വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായല്ലേ ഞാനിവിടെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. 2026 തുടക്കം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് അത്ര നല്ലതും അല്ലായിരുന്നു, എന്നാൽ നല്ലതുമായിരുന്നു. ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു പറയാനാ, 2026 ജനുവരിയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് പനി പിടിച്ചു. അതാണ് കുറേ അധികം നാളായിട്ട് ഇവിടെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതെയൊക്കെ ഇരുന്നത് കേട്ടോ. ഇപ്പോഴും ചുമയൊക്കെ ഉണ്ട്, റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ വിശേഷങ്ങൾ കണ്ടാലോ. சொல்லுமா நல்ல பொண்ணு അങ്ങനെ പറയൂ. എല്ലാവർക്കും പിടിക്കല പൊണ്ണ്. അയ്യോ അങ്ങനെ സമയത്തിന് വരാത്ത കുട്ടി. താങ്ക്യൂ. കാണുന്നുണ്ടോ കയ്യിൽ? அப்படியெல்லாம் சொல்லக்கூடாது. കാണുന്നുണ്ടോ? ഞെട്ടിപ്പോയി. അതിന്റെ അടപ്പ ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ. കൊച്ചേവി ഉടുപ്പ് അടിപൊളി കേട്ടാ, നല്ല രസമുണ്ട്. ശ്രീകണ്ഠേശ്വരത്ത് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ. സൗഭാഗ്യയും നമ്മുടെ ടീച്ചറും അതുപോലെ അനു ഒക്കെ ചേർന്നിട്ട് ചെയ്തിട്ടുള്ള, പിന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളും എല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു ഇത്. അതുപോലെ തന്നെ അറിയാലോ നിങ്ങൾക്ക്, സൗഭാഗ്യ ഏതൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലും 100% ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തതും കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതും അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ 100% കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഓരോ സ്റ്റേജ് പ്രോഗ്രാമിലും കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ കാര്യവും ചെയ്തിട്ടുള്ളത്. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ലുലു മോളിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അതൊക്കെ വാങ്ങി. അപ്പോഴാണ് ഇവരെ കണ്ടത് കേട്ടോ. ഇവരെ കണ്ടില്ലേ? ഇവർ അർജുൻ്റെയും സൗഭാഗ്യയുടെയും ഫാൻസ് ആണ് കേട്ടോ. ഞങ്ങളെ കണ്ടതും ഓടി വന്ന് സംസാരിച്ചു, ഞങ്ങളെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു, എൻ്റെ ലൈഫ് സ്റ്റോറി റിലേറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷം. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസമായി. ഇനി ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതിൽ റെലവൻസ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ ന്യൂ ഇയർ ദിവസമാണ് കേട്ടോ. ന്യൂ ഇയർ ദിവസം ഞങ്ങൾ നേരെ ചാക്കിയിലേക്കാണ് പോയത്. എല്ലാവരും കൂടി അവിടെ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊച്ചിയിൽ ഞങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ പറയുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ 2026 തുടക്കം വളരെ മനോഹരമായിരുന്നു. ചെറിയ സെലിബ്രേഷൻ ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ നിമിഷവും ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് സംസാരിക്കാൻ, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ, ഒരുമിച്ച് ഉറങ്ങാൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളാണ് ഞങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞങ്ങൾ ചെറുതാണെങ്കിലും അത് ആഘോഷിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമിലിയുടെ ബോണ്ട്, കണ്ണമ്പായി ആണെങ്കിലും നമ്മുടെ സൗഭാഗ്യ, അത് ഞാൻ പ്രത്യേകം പറയണം കേട്ടോ. എന്നെ ഇവരൊക്കെ അവരുടെ ബ്രദറിൻ്റെ വൈഫായിട്ടല്ല, എന്നെ സ്വന്തം സിസ്റ്ററായിട്ടാണ് എപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്.
എത്ര പേർക്ക് കിട്ടുമല്ലേ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം? അതൊക്കെ ദൈവം തന്ന ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഞാൻ കാണുന്നു. അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഫാമിലി ഹെൽത്തി ആയിട്ട് പോണം എന്നുണ്ടെങ്കിൽ അവിടെ ട്രസ്റ്റ് വേണം, റെസ്പെക്റ്റ് വേണം, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതിരിക്കാനുള്ള ഒരു മൈൻഡെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞ് ഒരു 10 മിനിറ്റിൽ തീരുന്ന ഒരു കോൺവെർസേഷനായിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ ഒരു ഫാമിലി അടിപൊളിയായിട്ട് പോവും. പിന്നെ എന്താ, നമ്മുടെ ഈ സെലിബ്രേഷനകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അതൊന്ന് കണ്ടിട്ട് വായോ. ന്യൂ ഇയർ ആയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ല, എന്റെ ചാറ്റ് ജിപിടി അണ്ണൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എല്ലായിടത്തും ചോദിക്കാം. 2025 പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എനിക്ക് വേണ്ട. ഓ അങ്ങനെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025നെ 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോരുത്തർ ആൻസർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഈ മൈക്ക് കൊടുക്കണ അർജുൻ ചേട്ടനാണ്. ഓക്കെ, ഒരു മിനിറ്റ്. 2025നെ 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. പ്രോഗ്രസീവ്. 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 ഓക്കെ, സൂപ്പർ. അർജുൻ ചേട്ടാ 2025നെ 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഗുണദോഷ സമ്മിശ്രം. ഗുണദോഷ സമ്മിശ്രം. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ ചോദിക്കാം. 2025നെ 1 വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ടൺ കണക്കിന് ഹാപ്പിനെസ്. ഇതിനെ 1 വേർഡേ പറയുള്ളൂ. അതെ, 1 വേർഡേ ഉള്ളൂ. ഇനിയിപ്പോ മറ്റേ എസ്റ്റേ ആണെന്നോ? അതെ. 2025 എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, കൊള്ളായിരുന്നു. സൂപ്പർ. 2025 ഒരു കാശിനും കൊള്ളൂലായിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു guys. ഓ മക്കളെ 2025 എങ്ങനെ ഉണ്ടായിരുന്നതാ? കൊള്ളാം. എനിക്ക് മമ്മനെ ഇഷ്ടമാ. കൊച്ചിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെ? ഹോണ്ട് റോളർ കോസ്റ്റർ. റോളർ കോസ്റ്റർ. വാവ്. 2025 ഒറ്റ വാക്ക് എന്ത് പറയും? വളരെ ബോറായിരുന്നു. കാരണം എന്തൊക്കെയോ നമുക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വളരെ ബോറായിരുന്നു. ഗസ്റ്റ് എൻട്രി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. Hey Korean, Happy New Year. Happy New Year. Korean 2025 1 word describe it. Wonderful. Wonderful. Arul bro 2025 1 word describe it. അടിപൊളിയാണ്. എന്നാണെങ്കിലും എടുക്കണേ. 2025 1 word. ആ ആസ്ഥാന ബ്ലോഗറിനാണ് നമ്മൾ ഇനി ഇവിടെ ചോദിക്കാൻ പോകുന്നത്. Come on, describe 2025 in 1 word. 2025 സത്യം പറഞ്ഞാൽ ഒരു ടോക്സിക് ഇയർ ആയിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ സന്തോഷം തരും, അടുത്ത സെക്കൻഡിൽ അത് വിഷമം തരും. അതുകൊണ്ട് അത് ടോക്സിക് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ പോലെയാണ് എനിക്ക് തോന്നിയത് 2025. എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു 2025 എനിക്ക് വേണ്ട. 2026 നല്ലായിരിക്കണം ഈശ്വര. ജെന്റിൽ ബോയ് ഫ്രണ്ട് ആയിരിക്കണം. 24 എന്തായിരുന്നു ഞാൻ മറന്നുപോയി. 24 ദുരന്തം. അയ്യോ 24 ഐ ഹേറ്റ് 2025. ഹ്യൂഗോ മരിച്ച വർഷം. 25 അതാണ് ഞാൻ പറഞ്ഞ ടോക്സിക്. അതായത് സന്തോഷം വരും, ഉടൻ തന്നെ ഒരു വിഷമവും വരും. അതാണ് അപ്പൊ നല്ലൊരു വർഷമായിരുന്നു. ഇല്ല വരുമ്പോൾ അതിനനുസരിച്ച് സന്തോഷം വരാറുണ്ട്. അതാണ് മാനിപ്പുലേറ്റർ. അതുകൊണ്ട് നല്ലൊരു വർഷമായിരുന്നു. അതാണ് മാനിപ്പുലേറ്റർ. സ്ലോ ബട്ട് വെരി പ്രോഗ്രസീവ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ 3 വണ്ടി എടുത്തു, 2 വണ്ടി കൊടുത്തു. അതൊക്കെ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്ലീസ്. ഇപ്പഴേ പറയല്ലേ. ഓക്കെ, 2026 ആദ്യമായിട്ട് ഓർഡർ ചെയ്ത പിസ്സ ക്യാൻസൽ ആയിട്ടുണ്ട്. അതും സൗഭാഗ്യക്ക് ഓർഡർ ചെയ്തത്. അല്ല എന്നാ ഞാൻ പറയണല്ലോ 2026 ആയിട്ട് വെറും മിനിറ്റുകൾ ശേഷം ഗായ്സ് എന്റെ കാല് മുറിഞ്ഞു, എന്റെ ടോപ്പ് പൊട്ടിപ്പോ. എന്റെ ഫേവറേറ്റ് ബോളികളെ കൊണ്ട് ഞാൻ തോച്ചിരിക്കുകയാണ് ഗായ്സ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. 1 thing you are proud of 2025 ഞാൻ 1 thing you are proud of. ഫൈനാൻഷ്യലി ഞാൻ അടിപൊളിയായിരുന്നു. അതാണ് ഞാൻ ഏക പ്രൗഡായിട്ടുള്ള ഒരു കാര്യം. 2025 ഞാൻ അടിപൊളിയായിട്ട് ഫൈനാൻഷ്യലി ഞാൻ സെറ്റ് ആയിരുന്നു. 2026 ദൈവം കനിയണം.
അതാണ് ഞാൻ പ്രൗഡായിട്ടുള്ളൊരു കാര്യം. ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാം. കം നാദു. 2025 നാദു ചെയ്തൊരു കാര്യമാണ് നാദു ഭയങ്കര പ്രൗഡാണെങ്കിൽ അത് ഏത് കാര്യം? 25 എന്റെ എക്സാം എനിക്ക് ഫുൾ മാർക്ക്. താങ്ക് യു. സൂപ്പർ. എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് വാക്കുണ്ട്. എനിക്ക് ജ്യൂസ് കുടിക്കാറുണ്ട്. യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്തത് അത് കൊള്ളായിരുന്നു. പിന്നെ 2025 അർജുൻ ചേട്ടൻ കാര്യങ്ങളിൽ അർജുൻ ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ ഏറ്റവും പ്രൗഡായിട്ട് തോന്നി എന്തെന്ന് അർജുൻ ചേട്ടൻ ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞില്ല. ഞങ്ങളൊക്കെ കൂടെ പറഞ്ഞു. ക്ലാസിക് 650, താർ റോക്സ്, പജേറോ, എന്താ അത്, GLX ബ്രാൻഡ്, പൂവിന്റെ ലോഗോ ഡിസൈനിങ്, ഡ്രസ് ഡിസൈനിങ്, പിന്നെ നന്ദു അത് പറഞ്ഞു. ക്ലാസിക് 650 പറഞ്ഞു. പിന്നെ നന്ദു, ജല്ലിക്കെട്ട് കാളൈ നന്ദു, പിന്നെ ചൈനീസ് സിങ്കോട്ട് മാളു മണിക്കുട്ടി, പിന്നെ സിൽക്കി കോഴി, താറാവ്, ടർക്കി കോഴി, പിന്നെ ടോം ആൻഡ് ജെസ്സി. അത് 2025 ആയിരുന്നു. ടോം ആൻഡ് ജെസ്സിയുടെ ഹീറോ ടോം 2025. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഗിനിക്കോഴിയുണ്ട്. ഗിനി കോഴി. പിന്നെ ഞാൻ കാണിച്ചു എങ്ങനെ പിടിക്ക്. ഞാൻ പ്രൗഡായിട്ടുള്ള കാര്യം വിത്ത് ഡയമണ്ട്സ്. എന്നെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളൊക്കെ എനിക്കല്ല. ബാക്കിയുള്ള എല്ലാം എനിക്കാണ്. താറ്, ബൈക്ക്, കാള, ആട് എല്ലാം എനിക്കുള്ള. ഇതെല്ലാം അച്ചീവ്മെന്റ്സ് ആണ്. പ്രൗഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഫാമിലി ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൗഡ് സംഭവമായിട്ട് ഞാൻ വിചാരിക്കുന്നു. 2025 ആസമിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യം പറ. എന്റെ മക്കൾ എന്റെ പൊന്നുപോലെ നോക്കി. അർജുൻ സൗഭാഗ്യ ഞാൻ തോറ്റു. അഭിമാനം തോന്നുന്ന ഒരു കാര്യം അല്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ മറ്റേ ഡാൻസ്, സോളോ ഡാൻസ്. അങ്ങനെ പറഞ്ഞായിരുന്നു നേരത്തെ. മറ്റേ സോളോ ഡാൻസ് അതൊക്കെ ഏതായിരുന്നു? കാർ ഓട്ടിക്കാൻ പഠിച്ചു ഞാൻ ഇതുവരെ ആയിട്ട്. യെസ്, യൂട്യൂബ് ചാനല് ഞാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ തന്നെ 1,50,000 കഴിഞ്ഞതിലും സബ്സ്ക്രൈബേഴ്സ് 10,000 ആവാറായതിലും ചേട്ടാ 2025 പ്രൗഡായിട്ട് തോന്നുന്ന നിമിഷം. അതെ അതെ, അവന്റെ വളർച്ച തന്നെ അത് പ്രൗഡായിട്ട്. കാറും അവന് ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ എടുത്ത്, ബൈക്കും കാറും ഒക്കെ എടുക്കാൻ പറ്റി. എത്ര വയസ്സിന്? 7 വയസ്സിന്. 7 വയസ്സിന് ഇളയവള് എന്റെ ചേച്ചിയായിട്ടൊക്കെ ജീവിക്കണമെങ്കിൽ എന്ത് സെറ്റപ്പിലാണെന്ന് എനിക്കറിയാം. അനിയത്തിയാണെന്നൊക്കെ. ചാറ്റ്ജിപിടി എനിക്ക് തന്നത് 2025 ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തെന്നാണ് ചോദിക്കുന്നത്. എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ഹാപ്പി ന്യൂ ഇയർ കൊറിയൻ. ബൈ. 2025 ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നത് ബർഫീനയിലെ റാഡോയും കൊണ്ട് വെളിയിൽ റോഡിൽ നടക്കാൻ പോയത്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നടക്കാൻ പോയതുകൊണ്ടാണ് അവർക്ക് അഡിനോ വൈറസ് വന്നത്, ബർഫീനയിലെ മരിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ തന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ള ആൻസേഴ്സ് നോക്കാമേ. 2026 നിങ്ങൾ കാണിച്ചുള്ള ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക്. 2026 25
മിസ്റ്റേക്കാ അങ്ങനെ ചോദിച്ചാ ഇപ്പൊ കൊറേ മിസ്റ്റേക്സ് ഉണ്ട് ഗൈസ്. ഒറ്റ ഒരെണ്ണം. പലരും പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അപ്പുറത്തെ ചെവി കൂടെ കളയുന്നത് ഞാൻ. അത് ശരിക്കും കേട്ടിട്ട് ഗൈസ് നിൽക്കാനുള്ളായിരുന്നു. അത് നമ്മൾ ആലോചിച്ച് ചിന്തിക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ ഈ വേറെ വലിയ റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അത് കുറെ വർഷങ്ങളായിട്ടുള്ള, എല്ലാ വർഷവും ഉള്ള, അമ്മ എടുത്ത് ഐ ലവ് യു പറയാൻ പറ്റില്ല ഗൈസ്. അത് വലിയ റിഗ്രറ്റ് ആണ്. എനിക്ക് എപ്പോഴും ചോദിക്കുമായിരുന്നു ഗൈസ്, എന്നെയാണോ അച്ഛനാണോ കൂടുതൽ ഇഷ്ടമെന്ന്. ഞാൻ പറയാൻ രണ്ടും അല്ലല്ല, ഞാൻ പറയണ എപ്പോഴും രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്റെ അടുത്ത് ഭയങ്കര അടിയൊക്കെ കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ റിഗ്രറ്റ് അതായിരുന്നു, ഐ ലവ് യു പറയാൻ പറ്റില്ല ഗൈസ്. അറിഞ്ഞോടെന്നാണ് പറഞ്ഞത്. ഇനി കണ്ടുപിടിക്കായിരിക്കുന്നു. അർജുൻ അങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാക്കാറില്ല. ഹീസ് എ പെർഫെക്റ്റ് മാൻ. 2026 എനിക്കൊരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് ബാക്കിയുള്ളവർക്ക് ചോദിക്കാം. എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നടക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം എന്താണ്? അയ്യോ, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. ചിലപ്പം വീട് തന്നെ ആയിരിക്കും. വീട്, നമ്മുടെ ഫാം ഹൗസ്, അതായിരിക്കും തോന്നണം. നമുക്ക് ബാക്കിയുള്ളവർ ചോദിക്കാം. 2026 ചിത്തിക്ക് നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം. നാഥന്റെ ആഗ്രഹം ഹാപ്പിനെസ്. രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 2026 സൗഭാഗ്യത്തിന് കിട്ടിയാൽ വിദ്യ ഹാപ്പി ആവും. അതെന്തുവാണ്? 1 മില്യൺ യൂട്യൂബിൽ അടിക്കണം. അതുപോലെ ഡാൻസ് ക്ലാസ് എക്സ്പാൻഡ് ചെയ്യണം. രണ്ട് കാര്യമല്ല. അതെ, ഇതാണ് എന്റെ ആഗ്രഹം. 2026 മമ്മയ്ക്ക് എന്ത് കിട്ടും? പ്രൈസ്. താങ്ക് യു ടാ. 2026 ചിത്തിക്ക് ഇത് കിട്ടിയാൽ അതിന് ഹാപ്പി ആവും. അതെന്തുവാണ്? ചിത്തിക്ക് എന്ത് കിട്ടിയാല? ചിത്തിക്ക് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അതിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആവണമെന്ന് എന്റെ ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ ഡാൻസ് ക്ലാസ് കുറെ കൂടെ സ്റ്റുഡൻസ് വരണമെന്ന് ആഗ്രഹമാണ്. പിന്നെന്താണ്? പിന്നെ കുറെ കാറും കുറെ വണ്ടിയും വരട്ടെ. പിന്നെ ഒരു വീടെടുക്കാൻ പറ്റട്ടെ ചിത്തിക്ക് വീടെടുക്കാൻ പറ്റട്ടെ ഗൈസ്. അതാണ് വരുന്നത്. യെസ്. 2026 സൗഭാഗ്യക്ക് ഇത് കിട്ടിയാൽ അഞ്ചാട്ടം ഭയങ്കര ഹാപ്പി ആവും. അതെന്തുവാണ്? ഒരു 10 crore ഒരു ലോട്ടറി അടിക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹം. ഹസ്ബൻഡ് ബിസിയാണ്, ഇപ്പൊ വരാം. ആശമേ, 2026 സൗഭാഗ്യക്ക് ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം വരും. അതെന്തുവാണ്? എന്റെ മോൾക്ക് നല്ലൊരു വീടും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ. അതുകൊണ്ട് നല്ല 26 അതിലും കൂടുതൽ ഉയരങ്ങളിൽ ഉയർത്തട്ടെ. ഞാൻ 2 കല്യാണം കഴിക്കണോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? 2 കല്യാണം വേണ്ട, ഒരെണ്ണം മതി. കുടുംബം വലുതാവണം എന്ന് പറഞ്ഞാൽ പിന്നെന്താ? ഉയരങ്ങളിൽ എത്തട്ടെ എന്റെ മോള്. 6ാമത്തെ ഫ്ലോറിൽ എത്തണം എന്നാണ്. 2026 സൗഭാഗ്യക്ക് ഇത് കിട്ടിയാൽ നീ ഹാപ്പി ആവും. ഗോൾഡൻ പ്ലേ ബട്ടൺ. കൊച്ചനെ ചോദിച്ചു. കൊച്ചൻ ഫോണിൽ സംസാരിച്ചോട്ടെ. കൊച്ചൻ ഫോൺ വെച്ചാ 2025 താങ്കൾ കാണിച്ചുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാത്തത് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കാണുന്നു. വിദ്യക്ക് ഭയങ്കര കിടൽ ആൻസേഴ്സ് ആണ്. സൂപ്പറാ. ഓക്കെ, താങ്ക് യു ഗൈസ്. 2025 ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റും വെറുക്കുന്ന ഒരു മൊമെന്റും നമുക്ക് ചോദിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ഏതെന്ന് ചോദിച്ചാൽ അരുൺചേട്ടന്റെ വിദ്യയുടെ കല്യാണം. എനിക്ക് മറക്കാനേ പറ്റൂല. ഭയങ്കര അടിപൊളിയായിരുന്നു ആ കല്യാണം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, എനിക്ക് ഭയങ്കര വെറുക്കുന്ന ഒരു മൊമെന്റ് എന്ന് ചോദിച്ചാൽ ബർഫീനയിലെ മരിച്ചത്. അപ്പോ അത് ഭയങ്കര കൂറായിട്ടുള്ള ഒരു അതോടെ എന്റെ ജീവിതമേ മാറി മറിഞ്ഞു. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. എനിക്ക് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് 2025 ഇത്രയും ദേഷ്യമാവാനുള്ള കാരണം. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കാമേ. കമോൺ വിദ്യ. 2025 ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൊമെന്റും വെറുക്കുന്ന ഒരു മൊമെന്റ്? ഏറ്റവും ഇഷ്ടമുള്ള മൊമെന്റ് എന്റെ കല്യാണം. ഏറ്റവും വെറുക്കുന്ന മൊമെന്റ് ഫിനാൻഷ്യലി ഡൗൺ ആയത്. ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും വെറുക്കുന്നതും? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 2025 എനിക്ക് ഒരു അച്ഛനെ കിട്ടി. പിന്നെ ഏറ്റവും വെറുക്കുന്ന, ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഇവർ രണ്ടും വഴക്ക് കൂടുന്നത്. Exposed.
ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ കുടുംബവും ഫ്രണ്ട്സും എന്റെ പെറ്റ്സും. ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്നെ ഇഷ്ടമല്ലാത്ത ആളുകളെ. കാര്യം ഇഷ്ടമല്ലാത്ത കാര്യം അങ്ങനെ വെച്ചാ എക്സാം. ഇത് ഞാൻ സമ്മതിക്കൂല, വീഡിയോയിൽ പറയൂല. ഇഷ്ടമല്ലാത്ത കാര്യോ? ഇഷ്ടമുള്ള ഒരു കാര്യോ? കൊച്ചൻ ചിത്തി വേണ്ട, നിനക്ക് കൊത്തിട്ട് മനസ്സിലാവും. നമുക്ക് അച്ഛന്റെ ഒരു കാര്യം, അച്ഛന്റെ നമുക്ക് അരുൺചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. 2025 ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കല്യാണം. ഇഷ്ടമല്ലാത്തത് ഈ പറഞ്ഞ പോലെ നമ്മൾ അനിയന്റെ ഒരു അനിയനെ പോലെ വെച്ചിരുന്ന ഒരു പയ്യനായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി. അതൊരു ഇഷ്ടമല്ലാത്ത കാര്യം. പിന്നെ അസുഖങ്ങള്. അയ്യോ, അത് സത്യം കേട്ടോ. ബർഫീനയിലേയും അയ്യോ മാള്, അതൊക്കെ ഇതുപോലെ കുറെ നമുക്ക് വളരെ ഇഷ്ടം. അയ്യോ നസുക്കോ, ഇതൊക്കെ ഒരു ഭയങ്കര കഷ്ടം. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഏറ്റവും വിഷമമുണ്ടായത് ബർഫീനയിലെ, പിന്നെ എനിക്ക് അടുത്ത വിഷമമുണ്ടായത് മാളു, അടുത്തത് നെസുക്കോ, അടുത്തത് എന്റെ ഡിയർ ഫ്രണ്ട് മരിച്ചുപോയി. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമായി പോയി. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്റെ പൊന്നെ, എന്റെ മൈക്ക് ഇപ്പൊ പോയാൽ അതായിരുന്നു അടുത്ത വിഷമം. അല്ല, കുറച്ച് 1-2 മരണം. സൂപ്പർ. ഞാനും പറഞ്ഞു ചേട്ടാ, 2025 ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പെട്ടെന്ന് പറ. ഒരുപാട് വണ്ടികൾ എടുത്തു, ഭയങ്കര സന്തോഷം. ചൊല്ലാത്തല്ല സ്വാഭാവികം അറിയായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അനിയൻ മരിച്ചുപോയി. ഭയങ്കരമായിട്ടും വല്ലാത്തൊരു വിഷമം. ഇഷ്ടമുള്ള നല്ലൊരു ജീവിതമായിരുന്നു പിള്ളേരുമായിട്ട്. അത് തന്നെ. ഇഷ്ടമല്ലാത്ത കാര്യം നമുക്ക് അത്ര സുഖമുള്ള ഒരു ഇതല്ലായിരുന്നു ഈ 2025. ആദ്യം പറഞ്ഞ നല്ലൊരു ജീവിതം അത്ര സുഖകരമല്ല. പക്ഷെ നമുക്ക് 2020 അത് ഇഷ്ടമല്ല. ഈ വർഷം നമുക്ക് അത്ര ഇഷ്ടമായില്ല. അത് വർഷം അത്രല്ല. ഓക്കെ, ആശമ്മയ്ക്ക് വർഷം ഇഷ്ടമാണ്, അല്ല നമ്മളെ ഇഷ്ടമാണ്. എനിക്കിപ്പോഴും ക്വസ്റ്റ്യൻ മനസ്സിലായി. 5-6 ആൻസർ എനിക്ക് മനസ്സിലാവണില്ല. ഇഷ്ടമുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റി, ഡാൻസ് പ്രോഗ്രാംസ്, കുറെ സ്റ്റേജിൽ കളിക്കാൻ പറ്റി. ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം അത്ര ഇടയ്ക്ക് ലാസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ അല്ലല്ല, അങ്ങനല്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ വർഷത്തിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് അങ്ങനെ പറയാൻ കൊള്ളൂല. അത് സത്യം, അതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ലെറ്റ്സ് ആസ്ക്, 2025 നിങ്ങൾ സ്മൈലോട് കൂടിയാണോ സ്ട്രെസ്സോട് കൂടിയാണോ എൻഡ് ചെയ്യുന്നത്? ഓക്കെ, സ്മൈൽ. ഞാൻ സ്ട്രെസ് ആണ് വിചാരിച്ചത്. സ്മൈൽ. സ്മൈൽ. സ്മൈലാണ്. ബിറ്റ് ഓഫ് സ്മോത്ത്. ബിറ്റ് ഓഫ് ബോത്ത്. എന്റെ ആൻസർ സ്ട്രെസ്. സ്മൈൽ. സ്മൈൽ. ഞാൻ എക്സ്പെക്ട് ചെയ്തത് സ്ട്രെസ് ആണ്. സ്മൈൽ. എല്ലായിടത്തും ഉത്തരം സ്മൈൽ ഓഫ് സ്മൈൽ. അപ്പൊ ചേട്ടാ, ക്വസ്റ്റ്യൻ 2026 സൗഭാഗ്യക്ക് ഇത് കിട്ടിയ ചേട്ടൻ ഹാപ്പി ആവാതെ എന്തുവാണ്? ഒരു 2 BHK ഫ്ലാറ്റ്. മീൻസ് അർജുൻ ശേഖർ മീൻസ് കൊച്ചിക്ക് ഇഷ്ടമാ. കൊച്ചാച്ചിക്ക് ഇഷ്ടമാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2026 അർജുൻ ശേഖർ ഇത് അച്ചീവ് ചെയ്താൽ ഹാപ്പി ആയിരിക്കും, അത് എന്തുവാണ്? ഞാൻ പറയും പോർഷെ എടുക്കണം.
പോർഷെ 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 അത് തന്നെ. എന്റെ മോൻ ഉയരങ്ങളിൽ എത്തണം. ചേട്ടാ 10ാമത്തെ നില പോരാണ്. ഇത് കിട്ടിയെങ്കിൽ നാദു ഹാപ്പി ആവും. ലോട്ടറി അനു 2026 കൊച്ചച്ഛൻ ഇത് കിട്ടിയ അനു ഹാപ്പി ആവും. കൊച്ചനെന്ത് കിട്ടിയാലാ? അങ്ങനെ ഇപ്പൊ ചോദിച്ചാ ചിത്തിക്ക് കിട്ടുന്നതെല്ലാം കൊച്ചനും അതേപോലെ ഇരിക്കും. കൊച്ചനൊരു പുതിയ പോർഷ എടുക്കാൻ പറ്റട്ടെ. പോർഷ എടുക്കാൻ പറ്റട്ടെ. പിന്നെന്താ, പിന്നെ കൊച്ചന് നിറച്ച് പൈസ തരട്ടെ, എന്നാലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പോർഷെ 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 ഒരു 4 പോർഷെ, ഒന്നെന്തിനാ 4 ആയിക്കോട്ടെ. 4 പോർഷെ എടുക്കട്ടെ എന്ന് അശോക് പറയും. ചേട്ടൻ അശോക് പതപ്പിച്ചിരിക്കുകയാണ് കേട്ടാ. ചേട്ടാ 1 അല്ല 4 പോർഷെ എടുക്കട്ടെ എന്നാണ് പോർഷെ തന്നെയാ ഉദ്ദേശിച്ചത്. 2025 നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി? അരുൺ ശേഖർ. കുട്ടി പറയൂ കുട്ടി, 2025 നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി ആരാ? അച്ഛനും അമ്മയും. ഒരാളെ പറയാൻ പാടില്ല. അച്ഛൻ. വിദ്യക്ക് മനോവിഷമായി. 2025 നിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി? സൗഭാഗ്യ വെങ്കടേഷ്. അത് നീ പറയണം, അല്ലെങ്കിലാണ്. ചേട്ടാ 2025 ചേട്ടൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി? അശോക്. അതേത് കോണ്ടെക്സ്റ്റ് പോലെ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞുതരാം. 2025 ഏറ്റവും വലിയ കള്ളം, അതാണ് ഞാൻ പറഞ്ഞത്. അരിഞ്ചാട്ടൻ 2025 അരിഞ്ചാട്ടൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി? പറഞ്ഞ വിഷമത്തിരിക്ക നാദ് ഒറ്റയടിക്ക് അച്ഛനെന്ന്. ഞാൻ വെറുതെ അങ്ങ് വേണ്ടെന്ന് വെച്ചാ എന്ത് ചെയ്തന്നെ. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? ഒരു വ്യക്തിയാ? കൊച്ചച്ഛൻ. ചിത്തിയാണ് ചിത്തി. പക്ഷെ കൊച്ചച്ഛനല്ലേ കെട്ടിയ ചിത്തിയ? കൊച്ചനല്ലേ ചിത്തിയെ കെട്ടി, അപ്പൊ സ്വാഭാവികം. പക്ഷെ നിങ്ങൾ അനുവിന്റെ അപ്ലോഡ് ചെയ്തൊരു പഴയ വീഡിയോ കാണണം. അതിൽ കൊച്ചനോർ ചിത്തി എന്ന് ചോദിച്ചപ്പോ അനു ആലോചിക്കാതെ ചിത്തി എന്ന് പറയുന്നുണ്ട്. അല്ലല്ല, പക്ഷെ എങ്ങനെ പറഞ്ഞാലും 2025 എൻഡ് ചെയ്യാണ്. സോ 2025 ends and I am thankful for എന്ന് ചോദിച്ചാൽ 2025 എൻഡ് ചെയ്യുമ്പോൾ I am thankful for അങ്ങനെ പറയാം. യൂണിവേഴ്സിൽ എല്ലാം പെടുമല്ലോ. താങ്ക്ഫുൾ ടു ദ യൂണിവേഴ്സ്. അപ്പൊ വിദ്യയുടെ ആൻസർ അതായിരിക്കും തോന്നുന്നു. 2025 എൻഡ് ചെയ്യുമ്പോൾ I am thankful to യൂണിവേഴ്സ്. മൈ ഡാൻസ് ടീച്ചർ. ആദ്യമായിട്ട് ഇത്രയും നേരം അച്ഛ thankful to God. God's grace, my family, I am very happy. നന്ദി പറയൂ അച്ഛമ്മ. 2025 നന്ദി പറയണമെങ്കിൽ അർജുൻ ശേഖർ. ശരി, അപ്പൊ പായ അച്ഛമ്മ. നിങ്ങൾ ഞാൻ നമ്മൾ യാതൊരു ബന്ധവും ഇല്ല. അവിടെ ഇവിടെ തീർന്നു. നിങ്ങൾ ഞാൻ നമ്മളെ എല്ലാ ബന്ധവും ഇവിടെ തീർന്നു. ഇങ്ങനെ ഇരിക്കണം. Thankful for my family. നമുക്ക് 2025 ഓരോരുത്തരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോന്ന് ബിസിനസ് എന്തോന്നു? 26
ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ കൂടെ ഇതുവരെ ജീവിച്ചോൾ ഇനിയും ജീവിക്കണം. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച അർജുനന്റെ മനം മടുത്തു പോയേക്കാം. അർജുനേട്ടൻ വെറുത്ത് കാണുന്നു. അതെന്റെ പെങ്ങൾക്കറിയാം, എന്റെ പെങ്ങള് പറയും. ഒരു ആൻസർ ചെയ്യൂല കേട്ടോ. അതെന്താ അശോക നീ അങ്ങനെ? എന്റെ അമ്മ ഒരു കാര്യം സമ്മതിക്കണം. അല്ല, എന്റെ ഈ ബ്രീഡിങ്ങിലെ ഡോഗ്സ് എല്ലാം ചാമ്പ്യൻ ആവണം. പോടാ അവിടെ. എന്തോ പറഞ്ഞളയെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ അരങ്ങേറ്റം. ഗ്രേറ്റ് ഗ്രേറ്റ്. ഞാൻ പോലെ അത് മറന്നിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ സാറ്റർഡേ ഓർത്ത് വെച്ച് ചാടി കൊടുത്തേ. അരങ്ങേറ്റം. ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഏകദേശമൊക്കെ ആയി. അത് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് നന്നായിട്ട് വരണം എന്നുള്ളതാണ്. കുറച്ചെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് അനിയൻ പറഞ്ഞില്ലല്ലോ ആഗ്രഹം ഉണ്ടെന്ന്. എന്നെ ചോദിച്ചില്ല. പറഞ്ഞ എന്റെ കൂടെ ഇതേപോലെ ജീവിക്കണം എന്നുള്ളതാണ്. അതാണ് ആഗ്രഹം. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിന് എല്ലാം കിട്ടും. വിദ്യ താട്ടായ മച്ചമ്മി. ഒരു ഫോറിൻ ട്രിപ്പ്. കൊറിയൻ ഇപ്പൊ ഫോറിൻ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫോറിൻ ട്രിപ്പ്. വേറെ ഉത്തരം മാറ്റി പറയാൻ പറയണം. ഇല്ല മാറ്റി പറയാം. അവർ ഭാര്യയും ഭർത്താവ് ഒരുമയുള്ളവരാണ്. നമുക്ക് ആശമ്മ എടുത്ത് ചോദിക്കാം. ആശമ്മ 2024 ഏറ്റവും വലിയ ആഗ്രഹം പറ. ഇനിയും അർജുന്റെ സൗഭാഗ്യം കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. അർജുന സൗഭാഗ്യം തൊലഞ്ഞു പോട്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറഞ്ഞത് സോറി ഗൈസ്, തളച്ച് ഫിറ്റ് ആണ് കേട്ടോ. അത് ആഗ്രഹം ഉണ്ടെന്നാ. അവരുടെ നാശവും എനിക്ക് കാണാം. പക്ഷെ അവരുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് കാണാം. ഞാൻ കണ്ടിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2025 നിങ്ങൾ എൻഡ് ചെയ്യുന്നത് ഏത് മോഡിലാണ്? ഏത് മോഡ്? എനിക്ക് സാഡ് മോഡാണ്. അതിന്റെ റീസൺ ഞാൻ പിന്നെ പറയാം. പക്ഷെ ഞാൻ ബാക്കിയുള്ള ആൻസേഴ്സ് ഒന്ന് നോക്കട്ടെ കേട്ടോ. 2025 എൻഡ് ചെയ്യുന്നത് ഏത് മോഡിലാണ്? ഫിനാൻഷ്യലി മോശം മൂഡ്, ഇമോഷണലി വൈബ് മൂഡ്. പട്ടി. നല്ല മോഡലാണ്, കുഴപ്പമൊന്നുമില്ല. ഈ പെൺകൊച്ചിന് 24 മണിക്കൂറും പനിയാണ്. ഒരു വർഷത്തെ 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസവും നാലിന് പനിയാണ്. ഏത് മൂഡ്? പൊളി മൂഡ് അല്ല കേട്ടോ. 2025 ഏത് മൂഡ്? കൂറ മൂഡായിരുന്നു ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ ബാക്കി പറയട്ടെ ഗൈസ്. അത് ചിത്തി പറഞ്ഞ പോലെ തന്നെ കൊള്ളായിരുന്നു, പക്ഷെ കൊള്ളൂല. ടോക്സിക് ബോയ് ഫ്രണ്ട് ആയിരുന്നു. 2025 എൻഡ് ചെയ്യുന്ന ഏത് മോഡില്? ഒറ്റ വാക്ക്. ഹാപ്പി മൂഡിൽ. 2025 ഏത് ഹാപ്പി മോഡ്? ആവറേജ്. എൻഡ് ചെയ്യുന്നതാണാ? എൻഡ് ചെയ്യുന്നത് പൊളി മൂഡ്. സന്തോഷം. 2025 എൻഡ് ചെയ്യുന്നത് ഏത് മൂഡില്? പോളി മൂഡിൽ. 2025 എൻഡ് ചെയ്യുന്നത് ഏത് മൂഡിൽ? എന്ത് പറയാനാ മക്കളെ? 2025 തീരാറായപ്പോ നിങ്ങൾക്ക് സന്തോഷമാണോ അതോ ദുഃഖമാണോ? നമുക്ക് സന്തോഷം. ദുഃഖമെല്ലാം പറയണം. പക്ഷെ എനിക്ക് 2025 എൻഡ് ചെയ്തത് അങ്ങനെ അത്ര കൊള്ളാന്ന്. എനിക്ക് അർജുനേട്ടൻ ആക്ച്വലി കൊള്ളൂല. അർജുനേട്ടൻ ഇപ്പൊ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ഈസ് നോ മോർ. അപ്പൊ അത് നമുക്ക് അത് അറിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എണീറ്റത്. അപ്പൊ അത് ഇച്ചിരി ഒരു ഇതായിപ്പോയി. അപ്പൊ 2025 എൻഡ് ചെയ്തത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. 2026 നല്ലത് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ? സൗഭാഗ്യമാണ് അത് മുഴുവൻ സെറ്റ് ചെയ്തത് കേട്ടോ. ഇത് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സിനിമ കാണാനായിട്ട്, അവതാർ സിനിമ കാണാനായിട്ട് MOTയിലേക്ക് പോകുന്നതാണ്.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളൊരു സിനിമ സർവ്വമയ കാണാനായിട്ട് പോയായിരുന്നേ. അനു അന്ന് വന്നിട്ടില്ലായിരുന്നു. അനു നേരത്തെ ഈ സിനിമ സൗഭാഗ്യയുടെയും അർജുൻ്റെയും കൂടെയൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചക്കയിലേക്കാണ് പോയത്. ഇത് ജാനുവരി 4th എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. ഞാനാണെങ്കിൽ ആക്ച്വലി മറന്നു പോയിട്ടുണ്ടായിരുന്നേ. എൻ്റെ മനസ്സിൽ അന്ന് ജനുവരി 3rd എന്നായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കേക്ക് കട്ടിംഗ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിറ്റേ ദിവസം രാവിലെയൊക്കെ കട്ട് ചെയ്യും എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷേ രാത്രി 12 മണിക്ക് ഇത് കട്ട് ചെയ്യുന്നൊന്നും ഞാൻ ശരിക്കും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നും എന്താ പറയുക, കുറേ കാലങ്ങളായിട്ട് അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ മുടവമുകളിലായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരുടെയും കൂടെ ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനെ അന്ന് എനിക്ക് ഏട്ടൻ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു വാച്ച് സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും എനിക്കൊരു വാച്ചാണ് സമ്മാനമായിട്ട് തന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വാങ്ങാൻ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് എപ്പോഴാണ് വാങ്ങിയത്, ഇത് എവിടെ വെച്ചിരുന്നു, വീട്ടിലിത് വാങ്ങി വെച്ചിരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഴക്കൂട്ടത്ത് മലബാർ കഫേയിലേക്ക് പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അന്നത്തെ ദിവസം പിരിഞ്ഞത്.
ഇത് എനിക്ക് സൗഭാഗ്യ വീട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. MKയുടെ ഒരു ബാഗാണ് എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊന്ന് കണ്ടാലോ? അങ്ങനെ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ ആശാത്തി നാദു പനി ഇറയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത പനിയായിട്ട് നാദു വന്നിട്ടുണ്ട്. എല്ലാവർക്കും പനിയായി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് സൗഭാഗ്യക്ക് പനിയായി. സൗഭാഗ്യക്ക് സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നാദുവിനും ഭയങ്കര വലിയൊരു വിശേഷമൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അതെന്താന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.